ചേലക്കരയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ 24-നൊപ്പം ചേരുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തോട് വിജയപ്രതീക്ഷ സംബന്ധിച്ച് ചോദിക്കാം. ഇപ്പോൾ ബാലട്ട, തെരഞ്ഞെടുപ്പ് പോളിംഗ് ഏറെക്കുറെ കഴിഞ്ഞു. അപ്പോൾ പോളിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ പോളിംഗ് വന്നിട്ടുമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? ശുഭപ്രതീക്ഷയാണ്. ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്. 23-ാം തീയതി ചേലക്കരയിൽ താമര വരികയും മൊത്തത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് മണ്ഡലമാകെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുകളുടെ ഒരു റെസ്പോൺസ് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ ഒഴുകി വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ബി.ജെ.പിക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്? ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനത്തിൽ നിന്ന് ഏറ്റവും താഴെത്തട്ടുള്ള പ്രവർത്തകർ വളരെ ശക്തമായി പ്രവർത്തനത്തിനുള്ള പ്രചോദനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ആളുകളെയും നേരിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അത് ആ പ്രവർത്തകർക്ക് അതിൻ്റെ ആത്മവിശ്വാസം അവർക്കത് അനുഭവപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരുപക്ഷെ പതിവിന് വിപരീതമായി സംഘടനാ സംവിധാനം ഇത്ര ആഴത്തിലേക്ക് ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ കടന്നു പോകുന്നത്. അത് ബി.ജെ.പിയുടെ മാത്രമല്ല, ഇപ്പോൾ LDF ആയാലും UDF ആയാലും എല്ലാ മുന്നണികളുടെയും അങ്ങനെ തന്നെയായിരുന്നു. ബി.ജെ.പിക്ക് ഇതൊരു വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. എന്തു തന്നെയാണെങ്കിലും എത്ര വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ ആത്മവിശ്വാസം അത് ചേലക്കരയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചേലക്കര തൃശ്ശൂരായിട്ട് മാറും. തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തതുപോലെ ചേലക്കരയിലെ സുരേഷ് ഗോപിയായി മാറുമോ? ചേലക്കര എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണല്ലേ? ചേലക്കര ഞങ്ങൾ എടുക്കും. സുരേഷ് ഗോപി വലിയൊരു മഹാനായ മനുഷ്യനാണ്. ഇപ്പം ഞാൻ ഇവിടെ ബാലകൃഷ്ണൻ എന്തായാലും ഈ ചേലക്കരയുടെ ബാലേട്ടനായി തന്നെ നിൽക്കും. തീർച്ചയായിട്ടും വലിയ ശുഭാപ്തി വിശ്വാസക്കാരനാണ് കെ ബാലകൃഷ്ണൻ, ചേലക്കരയുടെ ബാലേട്ടൻ. എന്തായാലും വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. 23-ാം തീയതി വരെ കാത്തിരിക്കണം. ഇനി സ്ഥാനാർത്ഥിക്കും ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകർക്കും വിശ്രമത്തിൻ്റെ 1-2 ദിവസമെങ്കിലും വിശ്രമത്തിൻ്റെ നാളുകളാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ബാലേട്ട. ക്യാമറമാൻ അധീഷിനൊപ്പം S. ശ്രീകാന്ത്, 24 ചേലക്കര.